നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആരാധനാലയമാണ് ഈ സുവർണക്ഷേത്രം എന്ന് പറയുന്നത്. അതേപോലെ ഇത്തരം ഞാൻ പലപ്പോഴും നമ്മൾ ട്രക്കിങ്ങിൻ്റെയൊക്കെ ഭാഗമായി ഹിമാലയൻ അതിർത്തികളിൽ മിക്കവാറും ഏത് കുന്നിൻ്റെ പുറത്ത് പോയാലും അവിടെ ഒരു ഗുരുദ്വാര നിങ്ങൾക്ക് കാണാം. അവിടെ പോയാലുള്ള പ്രത്യേകത, നിങ്ങൾക്ക് ഭക്ഷണവും നിങ്ങൾക്ക് നല്ല ചൂട് ചായയും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ത്രൂ ഔട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ ഞങ്ങൾ വാല്യൂ ഓഫ് ഫ്ലവേഴ്സിൽ പോയി. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം പ്രേക്ഷകർക്കറിയാമല്ലോ, മണ ഒക്കെ വില്ലേജൊക്കെ ഉള്ള ഭാഗത്ത്. നമ്മൾ ഈ വാല്യൂ ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ജോഷിമഠ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇറങ്ങിയാണ് പോവുക. ജോഷിമഠിൽ തന്നെ ഒരു ഗുരുദ്വാരയുണ്ട്. അവിടെ നിന്ന് നമ്മൾ വാല്യൂ ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോയി വാല്യൂ ഓഫ് ഫ്ലവേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ കാണാം ഒരു സരസ്സിന് സമാനമായിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. അവിടെയും ആ തണുപ്പിലും കൊടും തണുപ്പിലും നമുക്ക് നല്ല ചൂട് റൊട്ടിയും ചൂട് ദാലും ചൂട് ചായയും ഒക്കെ തരുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. അപ്പോൾ പ്രേക്ഷകർ പോവുക, ഇത്തരം സ്ഥലങ്ങളൊക്കെ കാണുക, അവിടെയുള്ളവരുടെ ആതിഥ്യം നമ്മളൊന്ന് ആസ്വദിക്കുക എന്ന് പറയുന്നത്. സിഖ് മനുഷ്യരുടെ കൂടെ കുറേ നേരം നിൽക്കുമ്പോണ്ടല്ലോ അവർ ഭയങ്കര പൊളിയാണെന്ന് നമുക്ക് തോന്നും. ഏത് മനുഷ്യരാണ് പൊളിയല്ലാത്തതല്ലേ? പക്ഷേ അങ്ങനെ അവരെ കാണാനും ആതിഥേയത്വം അനുസരിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാനും ഒക്കെ ഒരു യോഗം ഉണ്ടാവണം എന്ന് മാത്രം.